ഹലോ എവറിബഡി, വെൽക്കം ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വ്ലോഗ് ഫ്രം മലേഷ്യ. കുറച്ചധികം ദിവസത്തെ കണ്ടിന്യൂസ് ഷൂട്ട് കഴിഞ്ഞ് നമ്മളിതാ ഒരു ഹോൾ ഡേ ക്വാലലംപൂർ സിറ്റി കറങ്ങാൻ പോവാണ്. മലേഷ്യയിലെ ഒരു മാൻഡേറ്ററി ടൂറിസ്റ്റ് സ്പോട്ടാണ് ബാത്തു കേവ്സ്. 272 സ്റ്റെപ്സ് ഉള്ള ഒരു മുരുകൻ ടെമ്പിളാണിത്. ബാത്തു ഇൻ മലായ് സ്റ്റാൻഡ്സ് ഫോർ റോക്ക്. ഇതൊരു കേവ് ടെമ്പിളാണ്. നമ്മൾ ഈ സ്റ്റെപ്സ് കയറി ചെല്ലുന്നത് ഒരു വലിയ ഗുഹയുടെ ഉള്ളിലേക്കും. ബാത്തു കേവ്സിൽ തന്നെ ഡാർക്ക് കേവ്സും ഉണ്ട്, വെളിച്ചം ഒട്ടും എത്താത്ത ഒരു കേവ്. മാനസികരോഗി മാടമ്പള്ളിയിലെ ഇവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്. ഇൻഡിവിജ്വൽ ടോർച്ചേഴ്സ് തന്ന് നമ്മൾ ഇതിനകത്തേക്ക് പറഞ്ഞു വിടും. പേടിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബാത്തു കേവ്സിന്റെ പുറത്ത് ഒരു മീൻകുളവും ബേർഡ്സ് പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ബാത്തു കേവ്സിലെ മുരുകൻ സ്റ്റാച്ചു ഇസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. നല്ലൊരു ട്രെക്കിംഗ് കഴിഞ്ഞാലേ ഇനി ലഞ്ച് കഴിച്ചിട്ടാവാം ബാക്കി. ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് പോയി കൈ കിട്ടിയതെല്ലാം വാരി വലിച്ചും കഴിച്ചു. അടുത്ത ലക്ഷ്യം കേബിൾ കാറാണ്. ഞാൻ ഈ ട്രൈ ചെയ്യുന്നത് പോർക്കിന്റെ ഒരു സ്വീറ്റ് ഡിഷ് ആണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ജെൻറ്റിങ് ഹൈലൻഡ് ആണ്. ജെൻറ്റിങ് ഹൈലൻഡ് ഒരു ഹിൽ സ്റ്റേഷൻ ആണ്. ഇവിടെയാണ് 7000-ൽ പരം റൂംസ് ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ. ഹോട്ടലിന്റെ പേരും ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ എന്നാണ്. ഈ കേബിൾ കാർ വഴി നമ്മൾ ആദ്യം പോകുന്നത് ചിൻ സ്വീ കേവ് ടെമ്പിളിലേക്കാണ്. ഈവനിങ് ആയപ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്ത് കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒട്ടും അഭിനയിക്കാതെ ഞങ്ങൾ നടക്കുന്നത് കണ്ടോ. ബാത്തു കേവ്സിലെ ടെമ്പിൾ തമിഴ് ട്രഡീഷനാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ചിൻ സ്വീല് ചൈനീസ് ട്രഡീഷൻ ആണ്. മലായി ട്രഡീഷനിലുള്ള ഒരു വെഡ്ഡിംഗ് ഷൂട്ടാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ലോർഡ് ബുദ്ധ അല്ല, ബുദ്ധയുടെ ഫോളോവർ ആണ്, മാസ്റ്റർ ക്വൻഷി. നമുക്ക് എത്ര വിഷസ് ഉണ്ടോ അത്രയും തവണ അവിടെ മണി അടിക്കണം. തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഞാനൊരു ഹോട്ട് ചോക്ലേറ്റും ടോഫു ബോൾസും അടുത്തത് ജെൻറ്റിങ് സ്കൈ വാൾസ് തീം പാർക്കാണ്. 26 ഏക്കറിലുള്ള ഒരു അമ്യൂസ്മെന്റ് തീം പാർക്കാണിത്. ജെൻറ്റിങ് ഹൈലൻഡിലെ ഓരോ പ്രോപ്പർട്ടീസിലോട്ടും നമ്മൾ കേബിൾ കാർ വഴിയാണ് പോകുന്നത്. ആൻഡ് യു വോണ്ട് ബിലീവ്, ജെൻറ്റിങ് ഹൈലൻഡിലെ എല്ലാ പ്രോപ്പർട്ടീസും ഒരു പ്രൈവറ്റ് ഓണറുടെയാണ്. തീം പാർക്സ് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. കൂട്ടത്തിലെ ഏറ്റവും ഡയറിംഗ് ആയിട്ടുള്ള റൈഡ് തന്നെ ചൂസ് ചെയ്തു. ആൻഡ് അതുവഴി മലേഷ്യയിൽ ഞാൻ എത്തിയ വിവരം എല്ലാവരെയും അറിയിച്ചു. ഒരു ദിവസം മുഴുവൻ നടന്നു കണ്ടാലും തീരാത്തത്ര കാഴ്ചകളുണ്ട് ഈ തീം പാർക്കിൽ. ഇവിടെ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഒരു കാസിനോയിൽ കയറിയപ്പോഴാണ്. ആംഡ് ബോഡി ഗാർഡ്സ് ഒക്കെ ഉള്ള നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ മാത്രം കണ്ടുവന്നിട്ടുള്ള ഒരു കാസിനോ. മലേഷ്യ എന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു നല്ല ഓർമ്മയായിരിക്കും. Thank you Shippin and Brand Lift for this amazing trip. And thank you all for watching and supporting. Bye-bye.